അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പെട്ട ദിവസമാണ്. അതായത് ഒരു ഫ്ലാറ്റ് പോലെ ഒരു വീടാണിത്. പക്ഷേ ഈ വീട്ടിൽ 3 ഉപയോഗിക്കുന്നുണ്ട്, 3 ഡിഷ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വലിയ കണക്ഷൻ അറിയില്ല. അപ്പോൾ സിംഗിളാണുള്ളത്. സിംഗിൾ വന്ന് കണക്ഷൻ കൊടുത്തപ്പോൾ വീഡിയോ കൊണ്ട് സിഗ്നൽ കിട്ടുന്നത്. വീഡിയോ കൊണ്ട് ഡിഷാണ് ഇവിടെ കണക്ട് ചെയ്തത്. അപ്പോൾ ഡാറ്റ സ്കൈയിൽ നോക്കിയപ്പോൾ അതിൽ ഡാറ്റ സ്കൈൻ്റെ സിഗ്നലും കിട്ടുന്നുണ്ട്. പിന്നുള്ളത് ഒരു ഡിഷും കൂടിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കട്ടെ. ഇതാണ് മുകളിൽ കയറുകയും ചെയ്ത ഓൽക്കാണെങ്കിൽ അറിയില്ല, ആ ഒരു പ്രശ്നത്തിലാണ്. അപ്പം ഇത് വെള്ള വയറാണ് വരുന്നത്. ഓല് പറഞ്ഞ് കറുപ്പ് വയറാണ്. അടിയിൽ പോയപ്പോൾ കറുപ്പ് വയറാണ് കണ്ടത്. പക്ഷേ ഇനി ജോയിൻറ്റ് കൊടുത്താണോ എന്താണെന്ന് അറിയില്ല. അപ്പം ഒന്ന് നോക്കിയത് അതേപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഡിഷ് ഇത് അവിടെ ആയിട്ട് ഒരു ഡിഷ് കാണുന്നുണ്ട്. അപ്പം നമുക്ക് അത് ഏതാണെന്ന് നോക്കാം. ഇപ്പം ഇവിടെ കാണുന്ന ഡിഷ് എയർടെലിൻ്റെ ഡിഷാണ്. എയർടെലിൻ്റെ ഡിഷ് താന്നിട്ടാണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ സിഗ്നൽ അല്ല എന്ന് മനസ്സിലായി. ഇവിടെ വേറെ ഡിഷ് ഉണ്ട്. അപ്പോൾ ഈ ഡിഷാണ് ശരിക്കും സണ്ണിൻ്റെ ഡിഷ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഡിഷിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിഷ് കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫോൺ വെച്ചിട്ട് ഡിഷിൻ്റെ സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിനായിട്ട് ഡിഷിലേക്ക് പോരുന്ന LMBൻ്റെ ആ കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം എൻ്റെ മീറ്ററിലുള്ള കേബിൾ കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പം ഇവിടെ ഇത് കൈകൊണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്ലെയർ വെച്ചിട്ടാണ് അതിൻ്റെ ആ കണക്ടർ ജോയിൻ ചെയ്ത് ആ കേബിളുമായിട്ട് കണക്ട് ചെയ്ത് അതൊന്ന് ലൂസാക്കിയിട്ട് അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ കേബിൾ പറഞ്ഞാൽ ഈ കേബിൾ നേരെ ബോക്സിലേക്ക് പോകുന്ന കേബിളാണ്. അപ്പോൾ അത് ഡിസ്കണക്ട്, അതായത് അത് അയച്ചെടുത്തതിന് ശേഷം മീറ്ററിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് സിഗ്നൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇപ്പം താഴെ നോക്കുമ്പോൾ അതിൻ്റെ ടി വിയിൽ E52-32 ആണ് കാണിക്കുന്നത്. അതായത് സിഗ്നൽ കിട്ടാത്ത പ്രശ്നമാണ് കാണിക്കുന്നത് ടി വിയിൽ. അതിനുശേഷമാണ് മുകളിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ മഴക്കാർ ഇല്ലാത്തൊരു ദിവസമായിരുന്നു, മഴ പെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടായിരുന്നു വന്നത്. ഇപ്പോൾ ഇവിടെ കേബിൾ അയച്ചിട്ടുണ്ട്. ഇനി എൻ്റെ മീറ്ററിൽ കണക്ട് ചെയ്ത് കേബിളായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുശേഷം കേബിളിൽ മീറ്ററിൽ കണക്ട് ചെയ്തിട്ട് എന്താണ് കാണിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതാണ് കേബിൾ, എൻ്റെ കയ്യിലുള്ള കേബിളാണ്. അപ്പോൾ ഇത് LMBയിലേക്ക് കണക്ട് ചെയ്തിട്ട് സിഗ്നൽ കാര്യങ്ങളും കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലയോ എന്നൊന്ന് നോക്കാം. വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഡിഷ് ആണെങ്കിൽ കുറച്ച് ഹൈറ്റിലാണ് കിടക്കുന്നത്. ഇപ്പം ഏകദേശം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മീറ്റർ ഒന്ന് ഓണാക്കി നോക്കാം. മീറ്റർ ഓണാക്കിയിട്ടുണ്ട്. സോളിഡ് SF മീറ്ററാണ്. അപ്പോൾ മീറ്ററിൽ സൺഡയറക്റ്റിൻ്റെ ഇതാണ് എടുക്കുന്നത്. ഇപ്പോൾ സൺഡയറക്റ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ പെർസെൻറ്റേജിൻ്റെ ആ ലൈറ്റ് കാണാം, റെഡ് ലൈറ്റ് മിന്നി കളിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒന്നാമത് വെയിലുള്ളത് കൊണ്ടാണോ ഇനി എന്താ ഇങ്ങനെ കാണിക്കുന്ന അറിയില്ല. മീറ്റർ കുറേ നേരമായിട്ട് വെയിലത്ത് വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല. ഈ പെർസെൻറ്റേജ് ഒന്നിലും ഉറക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഒന്നെങ്കിൽ LMBൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. സിഗ്നൽ 2 കിട്ടുന്നൊരു പൊസിഷനിലാണ്. പക്ഷേ എന്നാലും ആ പെർസെൻറ്റേജ് ഫിക്സഡ് അല്ലാതെ, അതായത് അത് മാറി കളിക്കുകയാണ്. അത് ഒന്നിലും ഉറച്ച് നിൽക്കാതെ കാണിക്കുകയാണ്. ഒന്നെങ്കിൽ മീറ്റർ കംപ്ലൈൻ്റ് ആയി ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് മീറ്റർ ഹീറ്റായിട്ടാണോ ഇനി എന്നറിയില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ LMB മാറ്റി നോക്കി. LMB മാറ്റിയപ്പോഴാണ് സിഗ്നൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ LMBയുടെ കുഴപ്പം കൊണ്ടായിരുന്നു അങ്ങനെ കാണിക്കുന്നത്. ഞാൻ മീറ്ററിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ചിരുന്നു. അപ്പം തന്നെ LMB മാറ്റി നോക്കി. ഇപ്പോഴും ഞാൻ പഴയ മീറ്ററിൽ നിന്ന് കണക്ട് ചെയ്തപ്പോഴും അതിൽ സിഗ്നൽ അതേപോലെ മിന്നി കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിഷിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ LMB മാറ്റി നോക്കിയതിന് ശേഷം ഡിഷ് ചെറുതായിട്ടൊന്ന് അലൈൻമെൻറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അവിടെ ടീസ്പെൻഡർ എടുത്തിട്ട് അതിൻ്റെ താഴെയുള്ള ആ നട്ടും ബോൾട്ടും ഒന്ന് ലൂസാക്കിയിട്ടുണ്ടായിരുന്നു. സിഗ്നൽ ഏകദേശം പിടിച്ചിട്ടുണ്ട്. സിഗ്നൽ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ആ പൊസിഷൻ അത് തന്നെ ആയിരുന്നു. പക്ഷേ സിഗ്നൽ LMBൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് സിഗ്നൽ കിട്ടാതിരുന്നത്. അതിനുശേഷം ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് അടിയത്തെ സ്ക്രൂ, അതായത് ചെറിയ രീതിയിൽ ലൂസാക്കിയതിന് ശേഷമാണ് താഴോട്ടും മുകളിലും ആക്കിയിട്ട് മീറ്ററിൽ സിഗ്നൽ വന്നതിന് ശേഷമാണ് ടീസ്പാൻഡർ വെച്ചിട്ടും അതുപോലെ തന്നെ പ്ലെയർ വെച്ചിട്ടുമാണ് ഇവിടെ സ്ക്രൂ ടൈറ്റ് ആക്കുന്നത്. അതേ പൊസിഷൻ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഏകദേശം സിഗ്നലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. അതുകൊണ്ട് തന്നെ മീറ്ററിൽ നോക്കുമ്പോൾ ഇനി ചെറിയ രീതിയിൽ പൊസിഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഡിഷ് ഇവിടെയാണ് കിടക്കുന്നത്. ഇതൊരു വീടാണ്, അതായത് ഒരു ഫ്ലാറ്റ് പോലത്തെ ഒരു വീടാണ്. ഈ വീട്ടിൽ 4 ഡിഷ് ഉപയോഗിക്കുന്നുണ്ട്. ടോട്ടൽ 4 ഡിഷാണ്. ഞാൻ ഏകദേശം വരുന്ന സമയത്ത് 3 ഡിഷായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ടാണ് സണ്ണിൻ്റെ ഡിഷ് എനിക്ക് കാണുന്നില്ല. അതുപോലെ തന്നെ ഇത് സണ്ണിൻ്റെ ഡിഷ് ഒന്നുമല്ല, LMB സണ്ണിൻ്റെതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് മനസ്സിലാവാതിരുന്നത്.
അപ്പോൾ ഇവിടെ സിഗ്നൽ കാര്യങ്ങൾ ഓക്കാക്കി, അതുപോലെ തന്നെ എൽ എം ബി ലൂസ് കണക്ഷൻ ആക്കി, എൽ എം ബിയുടെ പൊസിഷൻ അതുപോലെ വെച്ചു. അതിനുശേഷം എൻ്റെ മീറ്ററിലുള്ള കേബിൾ അയച്ചെടുക്കുകയാണ്. പ്ലെയർ വെച്ചതിന് ശേഷം മീറ്ററിൽ കൊടുത്ത് എൻ്റെ മീറ്ററിലേക്ക് കണക്ട് ചെയ്ത കേബിൾ എൽ എം ബിയിൽ നിന്ന് അയച്ചെടുത്തതിന് ശേഷം ആ കേബിൾ അതുപോലെ തന്നെ അതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. അതായത് ഇതിന് മുന്നേ ആ കേബിൾ എങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചുകയാണ്. അപ്പം ഇവിടെ ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ആ കേബിൾ അതിലേക്ക് ഫിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതാണെങ്കിൽ ഒരു ഹൈറ്റാണ്. ഇവിടെ ഈ മതിൽ, അതായത് ഇത് എൽ എം ബി, ഇതാണ് പഴയ എൽ എം ബി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം സിഗ്നൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. മീറ്ററിൽ നോക്കുമ്പോൾ സിഗ്നലും കാര്യങ്ങളും ഓക്കെയാണ്. എൽ എം ബിയുടെ കംപ്ലയിൻ്റ് ആയിരുന്നു. പക്ഷേ എൽ എം ബി നോക്കുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ സിഗ്നൽ വന്നും പോയി അങ്ങനെ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് വിചാരിച്ചു. അതുപോലത്തെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു വന്നത്. ഇപ്പോൾ ഞാൻ ഈ കേബിൾ ഇവിടെ വളച്ചാണ് വിട്ട് കൊടുക്കുന്നത്. അതായത് നേരെ ഡയറക്റ്റ് ഇങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കുമ്പോൾ ആ കേബിൾ ഒന്നെങ്കിൽ പക്ഷികൾ വല്ലതും ഇരുന്നിട്ട് ആ കേബിൾ അഴിഞ്ഞ് പോരാൻ സാധ്യതയുണ്ട്. അതായത് കണക്ടറുള്ള ഭാഗത്ത് നിന്ന് പക്ഷികൾ എന്തെങ്കിലും ഇറങ്ങുകയോ കാറ്റടിക്കുകയോ ചെയ്യുമ്പോൾ ആ കണക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഇളക്കി താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് വളച്ച് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ വളയുന്ന ആ ബലത്തിന് കൊണ്ട് എൽ എം ബിയിലേക്ക് ആ ബലം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നോളൂ, അത് താഴോട്ട് വീഴുകയില്ല. അപ്പോൾ ഇവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മഴയുള്ള ഒരു ഫ്ലാറ്റ് പോലത്തെ ഇതായിരുന്നു. ഇവിടെ 4 ഡിഷ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡിഷും കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലായിരുന്നു അതിൻ്റെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ മുകളിലോട്ട് വന്നിട്ട് ഡിഷ് ഇതാണെന്ന് കാണിച്ച് തരാൻ പോലും കൂട്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ സമയം അവിടെ ചിലവഴിക്കേണ്ടി വന്നു. ഡിഷ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ചു. അതിന് ശേഷമാണ് ഡിഷ് ഏതാണെന്ന് കണ്ടുപിടിച്ചത്. ഇവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഓക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ താഴെ പോവുകയാണ്. അപ്പോൾ താഴെ പോയപ്പോൾ ഇവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഓക്കായിട്ടുണ്ട്, പിക്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ എൽ എം ബിയുടെ കംപ്ലയിൻ്റ് ആയിരുന്നു എന്ന് ഇവരോട് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞത് സർവീസ് ഓഫീസിൽ നിന്ന് കംപ്ലയിൻറ്റ് വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവർ ചാർജ് പറയും. അതായത് സിഗ്നൽ കംപ്ലയിൻറ്റും കാര്യങ്ങളാണെങ്കിൽ ഇത്രയാണ് ചാർജ്, അതുപോലെ തന്നെ റീഫിറ്റ് ആണെങ്കിൽ ഇത്രയാണ് ചാർജ് എന്ന് പറയും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എക്സ്ട്രാ ചാർജും കാര്യങ്ങളും വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടെക്നീഷ്യന്മാർ കംപ്ലയിൻറ്റ് പോയാൽ അധിക ചാർജ് ഈടാക്കുന്നു എന്നുള്ള പരാതി കൊണ്ടാണ് ആദ്യം തന്നെ ഓഫീസിൽ നിന്ന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇത്ര ചാർജാണ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇവിടെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ സിഗ്നൽ കാര്യങ്ങൾ ഓക്കെ ആക്കി. പക്ഷേ എൽ എം ബിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. എൽ എം ബിക്ക് അഡീഷണൽ ചാർജ് ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ ക്യാഷ് തരാൻ ഈടാക്കുന്നില്ല. അങ്ങനെ അപ്പം അത് കസ്റ്റമർക്ക് അറിയില്ലായിരുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ കസ്റ്റമർ പറഞ്ഞത് സർവീസിൻ്റെ ചാർജ് മാത്രം തരികയുള്ളൂ, എൽ എം ബി കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി തരേണ്ടതാണ് എന്നുള്ള ഒരു ഇതിലായിരുന്നു പറഞ്ഞത്. അപ്പം അവർ ഓഫീസിലേക്ക് വിളിച്ച് നോക്കിയ സമയത്ത് ഓഫീസിൽ നിന്ന് പറഞ്ഞു അത് അല്ലാതെ വരുന്ന ആക്സസറീസും കാര്യങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് വരുന്നതാണ്, അപ്പോൾ അതിൻ്റെ ക്യാഷ് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കസ്റ്റമർ പറഞ്ഞു ഇല്ല, അങ്ങനെയാണെങ്കിൽ ഈ കണക്ഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലാസ്റ്റ് എൻ്റെ കയ്യിലാണെങ്കിൽ പുതിയ എൽ എം ബി ഉണ്ടായിരുന്നില്ല. ഞാൻ തൽക്കാലം ഒരു പഴയ എൽ എം ബി ആയിരുന്നു വെച്ച് കൊടുത്തത്. അപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞു ചെറിയ എമൗണ്ട്, അതായത് ഇപ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ടിന് ഒരു ചെറിയതായിട്ട് ഒരു 20% മാത്രം മതി അതിൻ്റെ എമൗണ്ട്. പുതിയത് വേണമെങ്കിൽ ഞാൻ ഈ റൂട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് വെച്ച് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓഫീസിലൊക്കെ വിളിച്ച് പറഞ്ഞു സർവീസ് ചാർജിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ക്യാഷും തരുന്നതില്ല എന്ന്. അപ്പം ഇത് ടെക്നീഷ്യന്മാരിപ്പോൾ അധിക വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം അധിക വീട്ടിലും ഉണ്ടാവാറുണ്ട്. അപ്പം ഇതൊരു വലിയ വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ എന്താണെന്ന് അറിയില്ല, എൽ എം ബിൻ്റെ ക്യാഷ് തന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പുതിയത് വെക്കുമ്പോൾ നിങ്ങൾ ക്യാഷ് തരാണെങ്കിൽ ഞാൻ പുതിയത് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ക്യാഷ് ഒന്നും തരികയില്ല, അതെല്ലാം നിങ്ങൾ സർവീസിന് വരുമ്പോൾ നിങ്ങൾ തന്നെ വന്ന് റെഡിയാക്കി തരേണ്ടതാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ ക്യാഷ് മാത്രം അവർ തരാൻ സമ്മതിച്ചുള്ളൂ. അതുപോലെ തന്നെ ടെക്നീഷ്യൻ എന്ന ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച് ലൊക്കേഷൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, അതായത് സർവീസിൻ്റെ ചാർജ് ഇത്രയാണ്, വല്ല അഡീഷണൽ കംപ്ലയിൻറ്റ് കാര്യങ്ങളോ, അതായത് ചാർജറിൻ്റെ കംപ്ലയിൻറ്റ്, റിമോട്ട്, അല്ലെങ്കിൽ ഡിഷിൻ്റെ ക്ലാമ്പ് പൊട്ടിപ്പോവുക, ഡിഷിൻ്റെ എൽ എം ബി കംപ്ലയിൻറ്റ്, കേബിൾ പൊട്ടിപ്പോവുക, കേബിൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കേബിൾ വേണമെങ്കിൽ അതിനൊക്കെ ഉള്ള എക്സ്ട്രാ ചാർജ് വേണ്ടി വരും എന്ന് ആദ്യമേ പറഞ്ഞിരുന്ന പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ അധിക ടെക്നീഷ്യന്മാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനത്തെ പ്രശ്നം. അതുപോലെ തന്നെ ചില കണക്ടറൊക്കെ ഇടയ്ക്ക് പൊട്ടി പോകാറുണ്ട്. കണക്ടറിനൊന്നും അങ്ങനെ ചില സമയത്ത് ഞാൻ ക്യാഷ് വാങ്ങും, ചില സമയത്ത് വാങ്ങാറില്ലായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഒരു LMB മാറ്റിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ഞാൻ സർവീസ് ചാർജ് ഓഫീസ് എന്ന് പറഞ്ഞ ചാർജ് മാത്രമായിരുന്നു അവരോട് പറഞ്ഞത്. പക്ഷേ അതിന് ശേഷം അവിടെ ഒരു മുന്നേ തന്നെ കാണിച്ചു കൊടുത്ത് LMBൻ്റെ കംപ്ലയിൻ്റ് ആണ്, LMBക്ക് വേറെ ക്യാഷ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഒക്കെ ഒരു കുഴപ്പമൊന്നുമില്ലാതെ ഒരു ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില വീടുകളിൽ പോയാൽ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ, അല്ലാന്നുണ്ടെങ്കിൽ ടെക്നീഷ്യന്മാർ തന്നെ ആദ്യം വിളിക്കുന്ന സമയത്ത് തന്നെ അവിടെ പോയിട്ട് അവിടെ വിളിക്കുന്ന സമയത്ത് പറയണം ഇങ്ങനെ ക്യാഷ് ആകും, വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളോ ആണെങ്കിൽ അതിൻ്റെ പാർട്സ് മാറ്റുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ക്യാഷ് വരുമെന്ന് പറഞ്ഞിരുന്നാൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ പറയാത്ത പ്രശ്നം കൊണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നത്. അപ്പം ഈ വീഡിയോ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ കാണുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഉപകാരമാവട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ കംപ്ലയിൻറ്റും കാര്യങ്ങൾക്ക് വരുന്നതിന് മുന്നായിട്ട് കസ്റ്റമറൊക്കെ ആണെങ്കിൽ തന്നെ ടെക്നീഷ്യന്മാരെ വിളിച്ചതിന് ശേഷം ചാർജ് എത്ര ആവുമെന്ന് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക. ചില ആളുകൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ ചാർജിനെക്കാട്ടി ചില സമയത്ത് കൂടുതൽ വാങ്ങിക്കാറുണ്ട്, ചിലപ്പം കുറവ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരെ വിളിക്കുക. അപ്പം പിന്നെ അതുപോലെ തന്നെ പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് ചില സമയത്ത് 3 മാസമൊക്കെ അതിൻ്റെ ഡിഷ് ആരെ ഫിറ്റ് ചെയ്ത് അവർ തന്നെ റെഡിയാക്കണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പുതിയ കണക്ഷന് അങ്ങനെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും വരാറില്ല. അതുപോലെ തന്നെ ഡിഷിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അതുപോലെ ബോക്സിന് 1 ഇയർ വാറണ്ടിയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഡിഷ് പുതിയ കണക്ഷനൊക്കെ ആണെങ്കിൽ 3 മാസം എന്തെങ്കിലും സിഗ്നൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് കസ്റ്റമർ കെയർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ അവർ അവിടെ നാളെ വിട്ട് റെഡി ആക്കാറുണ്ട്. അതിന് ശേഷം വരുന്ന ആക്സസറീസ്, അതായത് ശേഷം വരുന്ന കംപ്ലയിൻറ്റ് 3 മാസത്തിന് ശേഷം വരുന്ന കംപ്ലയിൻറ്റ്, ബോക്സിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് 1 ഇയർ വാറണ്ടി ഉണ്ട്. അതിനുശേഷം ഡിഷിൻ്റെ സിഗ്നൽ പ്രോബ്ലം അല്ലെങ്കിൽ LMB കംപ്ലയിൻറ്റ് അങ്ങനത്തെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ക്യാഷും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ കംപ്ലയിൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ആദ്യം തന്നെ വിളിച്ച് ചോദിച്ചിട്ട് അതിന് എത്ര എമൗണ്ട് ആകുമെന്നൊക്കെ ചോദിച്ചറിഞ്ഞതിന് മാത്രം. പക്ഷേ ചില ആളുകൾക്ക് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് അറിയുകയില്ല. അപ്പോൾ അധികം വരുന്നത് സിഗ്നൽ കംപ്ലയിൻ്റ് ഒക്കെ ആയിരിക്കും. സിഗ്നലിൻ്റെ ചാർജ് എത്ര എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ ഡിഷിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ ക്യാഷ് എത്ര എന്ന് ചോദിക്കുക. അപ്പം ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ടെക്നീഷ്യന്മാർ കാര്യങ്ങളൊക്കെ വിളിക്കുക. പല സാഹചര്യങ്ങൾ കൊണ്ട് ചില ആൾക്ക് ക്യാഷുകൾ ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഉള്ള വീടുകൾ, പാവപ്പെട്ട വീടുകളൊക്കെ ആണെങ്കിൽ അവർക്ക് നോർമൽ റേറ്റിന്, അതായത് നമ്മുടെ മുടക്ക് മുതൽ എമൗണ്ട്, അതായത് സാധനത്തിന് എമൗണ്ടിൻ്റെ ഒരു ചെറിയ രീതിയിൽ എമൗണ്ടിന് എത്ര പൈസ മാത്രമേ വാങ്ങാറുള്ളൂ. പിന്നെ സർവീസ് ചാർജ് ചെറിയ രീതിയിൽ കുറച്ചിട്ടൊക്കെ വാങ്ങാറ്. അപ്പോൾ ടെക്നീഷ്യന്മാർ പിന്നെ ചില വീടുകൾ ക്യാഷ് ഉള്ളവരാണ് ഇങ്ങനത്തെ അധികം സംഭവങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അറിയാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ് പറയുന്നത്. അപ്പം താങ്ക് യു ഫോർ ദ വാച്ചിങ് വീഡിയോ.